ഞാൻ ഇത് ഒരു 25 മിനിറ്റ് മുമ്പ് ആകെ തീയായിരുന്നു. തീക്കട്ട പൊട്ടിയിട്ട് ലൈൻ വലിക്ക് വീണു, ഓട്ടോറിക്ഷ വലിക്ക് വീണു. ഞാൻ ഓടി വന്ന് നോക്കുമ്പോൾ ആരും ഉള്ളിൽ പെട്ടിട്ടില്ല, ആൾക്കാർ ആരും ഉള്ളിൽ പെട്ടിട്ടില്ല. അപ്പൊ ഓട്ടോറിക്ഷ മാത്രമല്ല, ഞാൻ ഇവിടേക്ക് ഓടി വന്നു. ഓട്ടോറിക്ഷയുടെ ആളുണ്ടായിരുന്നില്ല, ഇതിൽ ആരും ഉണ്ടായിരുന്നില്ല. ഓട്ടോറിക്ഷ 2 പോയി തൊഴിലാളികളുടെ ഓട്ടോറിക്ഷയാണ്, ഇവിടുത്തെ യൂണിയൻകാരെയാ. കാറ്റൊന്നും ഉണ്ടായിരുന്നില്ല, തന്നെ വീഴായിരുന്നു, പൊട്ടി വീണു. അപ്പൊ ഈ ലൈൻ പൊട്ടിയോ കൂട്ടി ഭയങ്കര സ്ഫോടനമായിരുന്നു, ഭയങ്കര ഒച്ചത്തിലുള്ള സ്ഫോടനമായിരുന്നു. ഒരു വൻമരം 2ആയി പിളർന്ന് വീഴുന്ന സ്ഥിതി ഉണ്ടാകുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് പോയാൽ ഇലക്ട്രിസിറ്റിയുടെ മുഴുവൻ പോസ്റ്റുകളും ഒടിഞ്ഞ് തകർന്ന് വീണെടുക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാനാകും. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഏതായാലും ഇപ്പോൾ വൻ ദുരന്തം ഒഴിവായിരിക്കുന്നു എന്ന് ഒറ്റവാക്കിൽ നമുക്ക് പറയാം. ഈ സൈഡിലൂടെ ഇപ്പം സാധാരണ ഫുട്പാത്ത് ഉള്ളതാണ്, ഈ സൈഡിലൂടെ ആളുകൾ നടന്നു പോകുന്ന സ്ഥിതി ആരും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല. അത് കാരണം കൊണ്ട് ആൾക്കാർക്ക് ആളപായം ഉണ്ടായില്ല. ബസ്സിന് മുകളിൽ വീടുകയായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും? ആളപായം ഉണ്ടാവും, മരണം വരെ സംഭവിക്കാം. ഒരു അപകടം, വൻ ദുരന്തം ഒഴിവായി എന്ന് നമുക്ക് ആവർത്തിച്ച് പറയേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ്. ഈ തൃശ്ശൂർ നഗരത്തിന്റെ ഹൃദയഭാഗത്താണ് ഈ മരം വീഴുന്നത്. അതും ജനങ്ങൾ കൂടുതൽ പുറത്തേക്ക് വരുന്ന സമയം, തൊഴിലാളികൾ, ജീവനക്കാർ, അതുപോലെ തന്നെ വിവിധ ആവശ്യങ്ങൾക്ക് തൃശ്ശൂർ നഗരത്തിലേക്ക് എത്തുന്നവർ, ഇവരെല്ലാം നിരന്തരമായി എത്തുന്ന ഏകദേശം 8:20 കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിലൊരു സമയത്ത് ഒരു വലിയ മരം ഒരു ബസ്സിന് മുകളിലേക്ക് വീഴാനുണ്ടാകുന്ന സാഹചര്യം എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയുന്ന രീതിയിലല്ല. അത്രയേറെ ആളുകൾ തിങ്ങി നിറഞ്ഞു വരുന്ന ബസ് കടന്നു പോകുന്ന വഴികൾ, ആ ബസ്സിന് മുകളിലേക്ക് ഒരു മരം വീണിരുന്നെങ്കിൽ വലിയ ദുരന്തം ഉണ്ടാകുമായിരുന്നു. ഏതായാലും അത് ഒഴിവായി എന്ന വലിയ ആശ്വാസ വാർത്ത നാം വീണ്ടും പറയുന്നത്. ഓട്ടോറിക്ഷ തകർന്നാണ്. ഞങ്ങളുടെ തൊഴിലാളികളുടെ വണ്ടിയാണ്. ഇവിടെ ഒരു പൂളുണ്ട്, തൊഴിലാളികളുടെ ഒരു പൂളുണ്ട്, അവരുടെ തൊഴിലാളികളുടെ വണ്ടിയാണ്. ഇതിന്റെ സാധനങ്ങൾ കയറ്റാൻ പാർസൽ ഓടുന്ന വണ്ടിയാണ്. രാത്രിയോടെ ഇട്ട് പോവാൻ. രാത്രി ഒന്നും കൂടി വല്ല വർഷങ്ങളായിട്ട് കൂടിയാണ് ഇട്ട് പോവാറ്. പലപ്പോഴും ഈ മരം മുറിക്കാൻ എല്ലാവരും ഈ ഹോസ്പിറ്റലിൽ എല്ലാവരും ആവശ്യപ്പെട്ടിട്ടും അധികൃതരുടെ ഒരു അനാസ്ഥയാണ്. ഈ മരം അപകടാവസ്ഥയിലുണ്ടായിരുന്നു. എനിക്ക് ചില്ലകളൊക്കെ ഇറക്കിയതാണ്. പിന്നെ ഇത് ഉറപ്പില്ലാത്ത മരല്ലേ, ഏത് നിമിഷം വലിയ ഒരു 2-3 പേര് പിടിച്ചാൽ പറ്റും പാകാത്ത അത്രയും വലിയ മരമാണ്. ഇതിപ്പോൾ കാലത്ത് തരാൻ തൊഴിൽ കുറേ ഓട്ടോറിക്ഷകൾ പെടുമായിരുന്നു. ഞങ്ങളുടെ തൊഴിലാളികളൊക്കെ ഈ വണ്ടിയിൽ തന്നെ ഇരിക്കാറ്. അതിന് വലിയ ദുരന്തത്തിൽ നിന്ന് ഒഴിവായി കിട്ടി. രാവിലെ ഇത്ര നേരത്തെ ആയതുകൊണ്ട് വലിയ ദുരന്തം ഒഴിവായി.